ഇന്ത്യയിൽ ഇപ്പോൾ ചൂട് കാരണം വെന്തുരുകയാണ്. ഡൽഹിയിൽ 44 ഡിഗ്രി സെൽഷ്യസ്, കേരളത്തിൽ 42 ഡിഗ്രി സെൽഷ്യസ്. ആളുകൾക്ക് ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് മഴ വരും, എല്ലാം ശരിയാകും എന്നുള്ളതാണ്. പക്ഷെ സയന്റിസ്റ്റുകൾ പറയുന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. ഈ അവസ്ഥ കൂടുതൽ മോശമാകുന്നതാണ്. 2026 ഒരു സൂപ്പർ എൽനീനോ വരാൻ പോകുന്നു. ഇതൊരു സാധാരണ എൽനീനോ അല്ല. ഇത് നമ്മുടെ കേരളത്തിനെയും ഇന്ത്യയെയും എങ്ങനെ എഫക്ട് ചെയ്യും എന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം നമുക്ക് എൽനീനോ എന്താ നോക്കാം. സിമ്പിൾ ആയി പറഞ്ഞാൽ എൽനിനോ എന്ന് പറയുന്നത് ഒരു കടൽ കാലാവസ്ഥ പ്രതിഭാസമാണ്. നോർമലി പസഫിക് ഓഷ്യന്റെ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് ശക്തമായ കാറ്റ് വീശും. ഇതിനെ ട്രേഡ് വിൻഡ്സ് എന്നാണ് പറയാം. ഈ കാറ്റ് പസഫിക്കിന്റെ ഉപരിതലത്തിലുള്ള ചൂടുവെള്ളത്തിനെ ഏഷ്യ ഓസ്ട്രേലിയ ഭാഗത്തേക്ക് തള്ളും. അങ്ങനെ ഈ കിഴക്കൻ പസഫിക്കിൽ എന്ന് വെച്ചാൽ ഈ സൗത്ത് അമേരിക്കൻ ഭാഗത്തൊക്കെ കടലിന്റെ ആഴക്കടലിലുള്ള തണുത്ത വെള്ളം മുകളിലേക്ക് വരും. ഇതൊരു ബാലൻസ് സിസ്റ്റമാണ്. ഇതാണ് നോർമൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഇനി എൽനിനോ എന്ന് പറയുന്ന സമയത്ത് ഈ ട്രേഡ് വിൻഡ്സ് ദുർബലമാകുകയും ചൂടുവെള്ളം കിഴക്കോട്ട് എന്ന് വെച്ചാൽ സൗത്ത് അമേരിക്കൻ ഭാഗത്തേക്ക് ഒഴുകുകയും ചെയ്യും. നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ്. ഇത് പസഫിക് ഓഷ്യന്റെ ഉപരിതലം ചൂടാക്കുകയും ലോകമെമ്പാടുമുള്ള വെതർ പാറ്റേൺസിനെ തകിടം മറിക്കുകയും ചെയ്യും. മുമ്പ് എൽനിനോ വന്ന സമയത്ത് ഇന്ത്യയിൽ മഴ കുറവും ചൂടും വരൾച്ചയും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഒരു നോർമൽ എൽനിനോ ഉണ്ടാവുന്ന സമയത്ത് പസഫിക് ഓഷ്യന്റെ ടെമ്പറേച്ചർ 0.5 ഡിഗ്രി സെൽഷ്യസ് മുതൽ 1.5 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട്. എന്നാൽ സൂപ്പർ എൽനിനോ ആവുന്ന സമയത്ത് ഇത് 2 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ വരെ എത്തും. 1997-98 2015-16 ഉണ്ടായിട്ടുള്ള സൂപ്പർ എൽനിനോകള് ചരിത്രത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ളവ തന്നെ ആയിരുന്നു. 1997-98 ഉണ്ടായിട്ടുള്ള സൂപ്പർ എൽനിനോ ഇന്തോനേഷ്യ, ബ്രസീൽ എന്നിവിടങ്ങളിൽ കൊടിയ വരൾച്ചയും അതുപോലെ തന്നെ കാട്ടുതീ അടക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. ലോകമെമ്പാടും $100 കോടി നഷ്ടം വരെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള വെതർ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് 2026 സൂപ്പർ എൽനിനോ ഉണ്ടാവാനുള്ള സാധ്യത വളരെ ഉയർന്നതാണ് എന്നാണ്. 2025-26 ലാനിന ആയിരുന്നു. അത് എൽനിനോന്റെ ഓപ്പോസിറ്റ് ഫേസ് ആണ്. ഇപ്പൊ കാണുന്നത് ലാനിന കഴിഞ്ഞിട്ടുള്ള ഒരു ന്യൂട്രൽ ഫേസ് ആണ്. ഇതിൽ നിന്ന് സൂപ്പർ എൽനിനോയിലേക്കുള്ള ഒരു ഷിഫ്റ്റ് ആണ് സയന്റിസ്റ്റുകൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. 2026 എൽനിനോ ശക്തമാകാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് പസഫിക് ഓഷ്യന്റെ ഉപരിതലം ചൂടാവുന്നു എന്നുള്ളതാണ്. റെക്കോർഡിലെ തന്നെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ടെമ്പറേച്ചർ ആണ് മാർച്ച് 2026 രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ട്രേഡ് വിൻഡ്സ് ദുർബലമാകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ചൂടുവെള്ളം കിഴക്കോട്ട് ഒഴുകുന്നു. ലാനിനയിൽ നിന്ന് ഈ ന്യൂട്രൽ ഫേസിലേക്കുള്ള ഷിഫ്റ്റ് എൽനിനോന്റെ ഡെവലപ്മെന്റിന്റെ ക്ലാസിക് പാറ്റേൺ ആണ്. അതുപോലെ തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ ഉപയോഗം കൂടിയത് ഓഷ്യൻ ഹീറ്റ് കൂട്ടി അത് എൽനിനോയെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സൂപ്പർ എൽനിനോ എന്ന് പറയുന്നത് ഒരു റീജിയന്റെ മാത്രം പ്രോബ്ലം അല്ല, ഇതൊരു ഗ്ലോബൽ പ്രോബ്ലമാണ്. ഇതിന്റെ എഫക്ട് ഓരോ ഭൂഖണ്ഡത്തിലും ഡിഫറെന്റ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം, ഇത് ഇന്ത്യയെ അല്ലെങ്കിൽ കേരളത്തിനെ എങ്ങനെയാണ് എഫക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. എൽനിനോ ഇന്ത്യൻ മൺസൂണിൽ ഡയറക്റ്റ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമ്മുടെ മൺസൂൺ റെയിൻഫോളിനെ ബിലോ നോർമൽ ലെവലിലേക്ക് വരെ എത്തിക്കും. കൊടിയ വരൾച്ചയ്ക്ക് വരെയുള്ള സാധ്യതകളുണ്ട്. ഇന്ത്യ ഇപ്പോൾ തന്നെ 44 ഡിഗ്രി സെൽഷ്യസ് ചൂടിലാണ് ഉള്ളത്. ഇനി എൽനിനോ കൂടെ വരുന്ന സമയത്ത് ഈ ഹീറ്റ് വേവ്സ് കൂടുതൽ ഇന്റൻസ് ആവും. പവർ കട്ട്, അതുപോലെ തന്നെ വാട്ടർ ഷോർട്ടേജ്, ഇതിനെല്ലാം റീസൺ ആവും. ഇന്ത്യയിലെ അഗ്രികൾച്ചർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് മൺസൂണിനെയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയിലെ കൃഷിയെ നന്നായിട്ട് ബാധിക്കാനും അതുവഴി നമ്മുടെ ഫുഡ് പ്രൈസസ് നല്ല രീതിയിൽ കൂടാനും ചാൻസ് ഉണ്ട്. കേരളത്തിന്റെ കൃഷി, ഫിഷിംഗ്, ടൂറിസം ഇതിനെല്ലാം എൽനിനോ നല്ല രീതിയിൽ തന്നെ എഫക്ട് ചെയ്യും. എൽനിനോ ഒരു നാച്ചുറൽ ഫിനോമിനയാണ്. ഇതിനെ മനുഷ്യൻ ഉണ്ടാക്കിയതല്ല. പക്ഷെ ഗ്ലോബൽ വാർമിംഗ് ഇതിനെ കൂടുതൽ ഡേഞ്ചറസ് ആക്കുന്നുണ്ട്. നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ വാട്ടർ കൺസേർവ് ചെയ്യുക, അതുപോലെ തന്നെ പീക്ക് ഹവേഴ്സിൽ ഔട്ട്ഡോറിൽ വർക്ക് ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കുക, ലോക്കൽ ഫുഡ് ചോയ്സസ് കൂട്ടുക, അതുപോലെ തന്നെ എനർജി വേസ്റ്റുകൾ കുറയ്ക്കുക എന്നിവയൊക്കെയാണ്. ഈ ഒരു വീഡിയോ ത്രൂ സൂപ്പർ എൽനിനോയെ കുറിച്ച് മാക്സിമം ആൾക്കാരിലെ അവെയർ ആക്കുക എന്നുള്ളതാണ്. സോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.